കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിവേദനം വാങ്ങാത്ത സംഭവം വലിയ വേദന ഉണ്ടാക്കിയെന്ന് പുള്ളു സ്വദേശി കൊച്ചുവേലായുധൻ. വീട് വെക്കാൻ സഹായത്തിനാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ പോയത്. വായിക്കാതെ വാങ്ങാതെ മടക്കി വിടുമെന്ന് താൻ കരുതിയില്ല. മന്ത്രിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവിടെ തന്നെ മൈക്കിൽ പ്രസംഗിക്കണമെന്ന് കരുതാണ്. അത് ചെയ്തില്ലെന്നും കൊച്ചുവേലായുധൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തൃശൂർ പുള്ളിൽ നടന്ന കലുങ്ക് വികസന ചർച്ചയ്ക്കിടെ ഒരു വൃദ്ധൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കുന്നതും അദ്ദേഹം അത് MP-യുടെ പടിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞയക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അത് പുള്ളു സ്വദേശിയായ കൊച്ചുവേലായുധനാണ്. കൊച്ചുവേലായുധൻ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ചേട്ടാ അന്ന് സംഭവിച്ചത്? ഞാൻ കൊടുക്കുന്ന വിചാരിച്ചു അവിടെ അപ്പോൾ ഇരിക്കാൻ പറഞ്ഞിട്ട് ആൽത്തറമ്പ് ഇരുന്നു. ഞങ്ങൾ വേറെ ആളും അപേക്ഷ കൊടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ മൂന്നാല് അവിടെ ഇരുന്ന് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കൊണ്ട് കൊടുത്തു ഇതൊന്നും ഇപ്പോൾ എടുക്കണില്ല, ഇതിൻ്റെ വിഷയമല്ല ഇപ്പോൾ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. ഞാൻ അവിടെ നിന്നിരുന്നു. ഇത് കണ്ടപ്പോൾ എടുത്തിരുന്ന ആൾ അവനും കൊടുത്തില്ലേ. സങ്കടമായി. എനിക്ക് മൈക്ക് മേടിച്ച് പറയുന്നുണ്ടായിരുന്നു സാറേ. എനിക്ക് അത്യാവശ്യം പറയാനറിയില്ല. രാഷ്ട്രീയത്തിൽ കിട്ടുന്ന നേതാക്കന്മാരെ കൂടെ നടന്ന് വിവരം പഠിച്ചിട്ടുണ്ട്. അപേക്ഷയിൽ പറഞ്ഞിരുന്നത് വീടിന് വേണ്ടിയിട്ടാണോ? വീടിന് വേണ്ടി തന്നെ അല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. കിടക്കാൻ സ്ഥലമില്ല, ആകെ ഇതായിട്ട് എനിക്ക് എന്നിട്ട് സുഖമില്ല, ഓപ്പറേഷൻ കഴിഞ്ഞ് 2 കൊല്ലമായി നമ്മൾ പറഞ്ഞിട്ട് ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്തെങ്കിലും സഹായം ചെയ്യുന്നിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം പിന്നെ ഒന്നും കിട്ടിയില്ല. പിന്നെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, വെള്ളം കയറിയതിനും ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞു. ഞാൻ അപ്പം നമ്മുടെ മകൻ വന്ന് അത് മേടിച്ചു. എന്താ വീടിന്റെ ഒരു സ്ഥിതി എന്താ? ശരിക്കും വീടിന്റെ സ്ഥിതി ഇതാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പൊ ഒരു വീട് വേണമെന്നുള്ള അപേക്ഷയാണ് മന്ത്രിക്ക് കൊടുത്തത്. അദ്ദേഹം അത് വാങ്ങിക്കാത്തത് വലിയ വിഷമായി. വേറെ ആൾക്കാരും അപേക്ഷ കൊണ്ടുവന്ന് മടക്കി കൊണ്ടുപോയോ? കൊണ്ടുപോയി. എൻ്റെ അടുത്ത് ഒരാള് ഇങ്ങനെ കൃഷ്ണൻ കണ്ട് അവന് കൊടുത്തില്ല. നമുക്ക് ഓഫീസിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ട് അല്ലേ? ആവശ്യമുണ്ട്. ഇങ്ങനെയല്ലേ കിടക്കണേ സാറേ. ഇതാണ് ശ്രീ കൊച്ചുവേലായുധന്റെ വീട് കേടുവന്ന് കിടക്കുകയാണ്. 2 വർഷം മുമ്പ് തെങ്ങ് വീഴുകയും മറ്റൊക്കെ ചെയ്തു. പിന്നെ മഴയും മറ്റുമൊക്കെ ആയിട്ട് വീട് വളരെ മോശം അവസ്ഥയിലാണ്. എനിക്ക് അരികിൽ കാണുന്ന ഈ ഒരു ഷെഡിൽ ഇവിടെയാണ് ഇപ്പോൾ അദ്ദേഹവും കുടുംബവും താമസിക്കുന്നത്. വളരെ സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു ഷെഡാണ്. ഇവിടെ അദ്ദേഹവും ഭാര്യയും 3 നിവേദനം വാങ്ങുന്നത് MP-യുടെ പണിയല്ല എന്നാണ് സുരേഷ് ഗോപി കൊച്ചുവേലായുധനോട് ആ വീഡിയോയിൽ പറയുന്നത്.